അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ജുനിപ്പർ ഡിവൈസിലെ കോപ്പി കമാൻഡ് എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ ലോഗിൻ ചെയ്യുന്നുണ്ട്. റൂട്ട് CLI എഡിറ്റ്. അപ്പോൾ കോപ്പി കമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കോൺഫിഗറേഷനെ മറ്റൊരു സ്ഥലത്തേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കോപ്പി കമാൻഡ്. ഇപ്പോൾ ഒരു ഇൻ്റർഫേസിൽ നമ്മളൊരു കോൺഫിഗർ ചെയ്ത് അതിന് നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു ഇൻ്റർഫേസിലേക്ക് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന കമാൻഡാണ് കോപ്പി കമാൻഡ്. ഓക്കെ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ഒരു ഇൻ്റർഫേസിലെ കണ്ടൻറ്റ് ഞാൻ അടുത്തൊരു ഇൻ്റർഫേസിലേക്ക് കോപ്പി ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഒരു ഇൻ്റർഫേസ് ഷോ ചെയ്യുന്നുണ്ട്. ഷോ ഇൻ്റർഫേസ് GE 0/0/0. ഇപ്പം ഇത് ഇൻ്റർഫേസിലുള്ള കണ്ടൻ്റാണ്. ഓക്കെ, അതായത് ഈ ഇൻ്റർഫേസിന് ഞാനൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അപ്ലിങ്ക് ഫ്രം ISP എന്ന്. ഇനി ഞാൻ വേറൊരു ഇൻ്റർഫേസ് കാണിച്ചു തരാം. ഇതിപ്പോൾ ഈ ഇൻ്റർഫേസ് നോക്കിയാൽ കാണാം, ഇതൊരു L3 ഇൻ്റർഫേസ് ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് ഫാമിലി INET ആയിട്ടാണ് നിൽക്കുന്നത്. ഇതൊരു L3 ഇൻ്റർഫേസ് ആയിട്ടാണ് ഞാൻ കോൺഫിഗർ ചെയ്തത്. അതുപോലെ അതിൻ്റെ അകത്ത് ഞാനൊരു ഡിസ്ക്രിപ്ഷനും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു ഇൻ്റർഫേസിനെ ഞാൻ ഷോ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നോക്കിയാൽ കാണാം, ഇതൊരു L2 ഇൻ്റർഫേസാണ്. അതായത് ഫാമിലി ഇഥർനെറ്റ് സ്വിച്ചിങ് മോഡിലാണ് കിടക്കുന്നത്. ഓക്കെ, അതുപോലെ ഈ ഇൻ്റർഫേസിന് ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഇൻ്റർഫേസിലുള്ള ഡീറ്റെയിൽസിനെ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് കോപ്പി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കോപ്പി ഇൻ്റർഫേസ് ഓക്കെ GE 0/0. ഓക്കെ, ഇനി കോപ്പി ചെയ്യേണ്ടത് 1ലേക്കാണ് കോപ്പി ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് GE 0/0/1. ഓക്കെ, ഞാൻ എൻ്റർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എറർ മെസ്സേജ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ടാർഗറ്റ് സ്റ്റേറ്റ്മെൻറ്റ് GE 0/0/1 ഓൾറെഡി എക്സിസ്റ്റ്. ഇത് ഓൾറെഡി ഡിവൈസിൽ ഡിഫൈൻഡ് ആയി കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എറർ വരുന്നത്. ഓക്കെ, ഇത് നമുക്ക് എറർ സോൾവ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഇൻ്റർഫേസിനൊന്ന് ഡിലീറ്റ് ചെയ്താൽ മതി. ഓൾറെഡി ഡിഫൈൻഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എറർ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഡിലീറ്റ് ഇൻ്റർഫേസ് GE 0/1 എന്ന് കൊടുത്ത് ഓക്കെ കമ്മിറ്റ് അല്ല. ഇനി ഞാൻ ഈ സെയിം കമാൻഡ്, അതായത് കോപ്പി ഇൻ്റർഫേസ് GE 0/0 GE 0/0/1. ഓക്കെ, അപ്പോൾ ഇതിലുള്ള കണ്ടൻറ്റ് സെയിം കണ്ടൻറ്റ് ഈ ഒരു ഇൻ്റർഫേസിലേക്കും കോപ്പി ആക്കാനാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എൻ്റർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി കമ്മിറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കമ്മിറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഷോ ചെയ്ത് നോക്കാം. ഫസ്റ്റ് GE 0/0 ഒന്ന് ഷോ ചെയ്ത് നോക്കാം. ഷോ ഇൻ്റർഫേസ് GE 0/0. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഒരു ഡിസ്ക്രിപ്ഷൻ കിടക്കുന്നുണ്ട്. അപ്ലിങ്ക് ഫ്രം ISP എന്നാണ് ഡിസ്ക്രിപ്ഷൻ. അതുപോലെ യൂണിറ്റ് ഫാമിലിയാണ് ഫാമിലി INET ആണ് ഫാമിലി കിടക്കുന്നത്. അതായത് നമ്മൾ L3 ഇൻ്റർഫേസ് ആയിട്ടാണ് കിടക്കുന്നത്. ഇനി നമുക്ക് 1നെ ഒന്ന് ഷോ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 0 മാറ്റിയിട്ട് 1 ആക്കി. ഓക്കെ, അപ്പോൾ 1ൽ നേരത്തെ കിടന്നിരുന്നത് ഇതാണ്. അതായത് ഇവിടെ നോക്കിയാൽ കാണാം 1ൻ്റെ അകത്ത് നേരത്തെ ഉണ്ടായിരുന്നത് ഇതാ ഫാമിലി ഇഥർനെറ്റ് സ്വിച്ചിങ് ഫാമിലി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഒന്ന് ഷോ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം അതെല്ലാം മാറിയിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്, അപ്ലിങ്ക് ഫ്രം ISP എന്ന്. അതുപോലെ ഫാമിലി INET ആയിട്ടുണ്ട്. ഓക്കെ, ഈ GE 0-നകത്തുള്ള സെയിം കണ്ടൻറ്റ് നമ്മൾ 1ലേക്കും കോപ്പി ചെയ്തിട്ടുണ്ട്. അത് ഓക്കെ കോപ്പി കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ജുനിപ്പറിൽ കോപ്പി എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുന്നത്.